നമസ്കാരം. പാർട്ടിക്കുള്ളിലെ പിളർപ്പ് അധികം വൈകാതെ തന്നെ കാണും. അതിനുള്ള തിരിയൊക്കെ ഒരു വശത്തു നിന്നും കത്തി തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് പാർട്ടിയിലെ അംഗങ്ങൾ തന്നെ അതിനുള്ള വെള്ളവും വളവും ഒക്കെ ഇട്ടുകൊടുക്കുന്നതും. സഖാവ് ഇ ജയരാജന്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. മനു തോമസിന്റെ പരാതിയിൽ ഇപിയുടെ വക നല്ല ഒന്നാന്തരം സംഭാവന പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. യുവജനകാര്യ കമ്മീഷൻ ചെയർമാനും പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ ഷാജറിനെതിരെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ മനു തോമസ് നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്തു വന്നതോടെ കണ്ണൂർ ജില്ലാ നേതൃത്വം പ്രതിരോധത്തിലായി. പാർട്ടിക്ക് ഒരു നേതാവിന്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാതി ലഭിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് പരാതിയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. ഇതോടെ പാർട്ടി വീണ്ടും വിവാദങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണ്. എങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതെ പാർട്ടി ജില്ലാ നേതൃത്വം ഇപ്പോഴും മൗനം പാലിക്കുകയും ചെയ്യുന്നു. വിവാദങ്ങൾ കത്തിക്കയറുമ്പോൾ ഉത്തരം മുട്ടിയ അവസ്ഥയിലാണ് പാർട്ടി ജില്ലാ നേതൃത്വം. ജില്ലാ സെക്രട്ടറി ജയരാജൻ ഈ വിഷയത്തിൽ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. അന്നത്തെ സഹപ്രവർത്തകരും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നുള്ള മനു തോമസിന്റെ പരാതിയാണ് പുറത്തു വന്നത്. ഡിവൈഎഫ്ഐ നേതാവും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ ഷാജറിനെതിരെ നൽകിയ പരാതിയിൽ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് മനു തോമസ് എഴുതിയ കത്താണ് പുറത്തായത്. ജനങ്ങളോടുള്ള പാർട്ടിയുടെ സമീപനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറമാണ് പാർട്ടി അംഗങ്ങൾ തമ്മിലുള്ളത് എന്നറിഞ്ഞതുകൂടി പാർട്ടിയോടുള്ള കാഴ്ചപ്പാട് ജനങ്ങൾക്കിടയിൽ നല്ല വെടിപ്പാകുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്കുള്ള വ്യക്തികളുമായി ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് കത്തിൽ മനു തോമസ് സൂചിപ്പിക്കുന്നു. ഷാജർ തനിക്കെതിരെ നൽകിയ ഗൂഢാലോചന സംബന്ധിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇത് സൂചിപ്പിച്ചാണ് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് കത്തെഴുതിയത്. ആകാശ് തില്ലങ്കേരിയുടെ രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത് സംബന്ധിച്ച് വോയിസ് ക്ലിപ്പ് വന്നു എന്നും കത്തിൽ പറയുന്നുണ്ട്. എന്നാൽ പാർട്ടി അംഗത്വം പുതുക്കാത്ത സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയായ മനു തോമസിന്റെ അംഗത്വം ഒഴിവാക്കിയ ജില്ലാ കമ്മിറ്റി പകരക്കാരനെയും എടുത്തിരുന്നു. ഇതേ തുടർന്നുള്ള പ്രതികരണങ്ങളിൽ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് മനു തോമസ് തുറന്നു പറഞ്ഞത്. എന്നാൽ ഈ കാര്യം ജില്ലാ സെക്രട്ടറി ജയരാജൻ നിഷേധിച്ചിരുന്നു. പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയെന്നാണ് പാർട്ടി നിലപാടെന്നായിരുന്നു ജയരാജൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. ഇതിനിടെ മനു തോമസിനെതിരെ തന്റെ ഫേസ്ബുക്ക് പേജിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജയരാജൻ വിമർശനവുമായി രംഗത്ത് വന്നത് വിവാദമായിരുന്നു. എന്നാൽ അതിന് പിന്നാലെ തന്നെ ജയരാജന്റെ പ്രതികരണത്തിന് മറുപടിയായി മനു തോമസിന്റെ പോസ്റ്റ് ഏറെ ചർച്ചയായിരിക്കുകയാണ്. ജയരാജനെ ഒരു തുറന്ന സംവാദത്തിനായി വെല്ലുവിളിച്ചുകൊണ്ടാണ് മനു തോമസിന്റെ കുറിപ്പ്. അതൊന്ന് നോക്കാം. ശ്രീ ജയരാജൻ, താങ്കൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സംവാദത്തിന് തുടക്കമിട്ട സ്ഥിതിക്ക് മാധ്യമങ്ങളുടെ പാർട്ടിയെ കൊത്തിവലിക്കാൻ അവസരമൊരുക്കുകയാണ് താങ്കൾ ചെയ്യുന്നത്. ഉന്നത പദവിയിലിരുന്ന് പാർട്ടിയെ പലവട്ടം ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയ ആളാണ് താങ്കൾ. ഓർമ്മയുണ്ടാകുമല്ലോ പലതും. താങ്കളുടെ ഇന്നത്തെ അവസ്ഥ പരമദയനീയവുമാണ്. താങ്കൾ സ്വന്തം ഫാൻസുകാർക്ക് വേണ്ട കണ്ടന്റ് പാർട്ടിയുടേത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് തുടങ്ങിയത് കൊണ്ട് എന്തായാലും നമുക്കൊരു സംവാദം തുടങ്ങാം. ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാഠവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്ക് പറയാം. ഈ അടുത്ത പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചർച്ച നടത്തിയതടക്കം എല്ലാം ജനങ്ങൾ അറിയട്ടെ. പാർട്ടിക്കറിയാത്ത ജനങ്ങൾക്കറിയാത്ത ഒന്നും എനിക്ക് മറച്ചു വെക്കാനില്ല. താങ്കൾക്ക് എന്തെങ്കിലും എന്നെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു. പണിയെടുത്ത് തിന്നുന്നതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ അവസാനിക്കുന്ന മനു തോമസിന്റെ കുറിപ്പിന് ഇനി എന്തായാലും മറുപടിയായി ജയരാജൻ വരാൻ വഴിയില്ല. കാരണം സ്വന്തം കുഴികുത്തി അങ്ങോട്ട് ചാടാൻ ഇനിയും നോക്കിയാൽ വിവരം അറിയുമെന്ന് ജയരാജൻ അറിയാം. അതുകൊണ്ട് തന്നെ കുറിപ്പ് കാണാത്ത പോലെ ഇരിക്കും, അത്രയേ ഉള്ളൂ. വിഷയത്തിൽ പാർട്ടി നേതൃത്വം ഇനി എത്ര നാൾ മൗനം പാലിക്കുമെന്നാണ് അറിയേണ്ട മറ്റൊരു കാര്യം. പിന്നെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായതുകൊണ്ട് ഒതുക്കി തീർക്കും, അല്ലെങ്കിൽ മൗനം തുടരും. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്.